നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞ റോഡ് പണിയുടെ പേര് പറഞ്ഞ് മാസം രണ്ട് കഴിഞ്ഞിട്ടോ പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണത്തിന്റെ പേരിൽ 2 മാസത്തോളമായി ടൗണിൽ കുടിവെള്ള വിതരണം നിലച്ചിരിക്കുകയാണ്. പല പ്രദേശങ്ങളിലും കുടിവെള്ളം ലഭ്യമല്ലാത്ത സ്ഥിതിയാണ്. ഇതിനെതിരെ നടപടി ഉണ്ടാകുന്നില്ലെന്നാരോപിച്ചും അടിയന്തര നടപടികൾ വേണമെന്നാവശ്യപ്പെട്ടുമാണ് UDFന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി എത്തിയത്. എന്നാൽ നഗരസഭാ ഓഫീസ് സെക്രട്ടറിയോ മറ്റ് ബന്ധപ്പെട്ടവരോ ഓഫീസിൽ ഇല്ലാതിരുന്നതും പ്രതിഷേധത്തിന് ആക്കം കൂട്ടി. തുടർന്ന് ഓഫീസിലെ സൂപ്രണ്ടിനെ UDF നേതാക്കൾ ഉപരോധിച്ചു. സെക്രട്ടറിയോ മറ്റു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ഇല്ലാത്തത് ഉദ്യോഗസ്ഥരുമായി വാക്കേറ്റത്തിനും ഇടവരുത്തി. ഇത് ജനങ്ങളുടെ പൈസ നമ്മൾ പിരിക്കുകയാണ്. ഓരോ വീടുകളിൽ പോയിട്ട് ശുദ്ധജലം കൊടുക്കാന്ന് നമ്മൾ പിരിക്കുന്നത്. ഇപ്പൊ കൊടുക്കണതോ കോളിഫോം അടങ്ങിയിട്ടുള്ള വെള്ളം കൊടുക്കുന്നത്. അത് കുടിക്കാൻ പറ്റാത്ത വെള്ളം. ആ കുടിക്കാൻ പറ്റാത്ത വെള്ളം പോലും കുളിക്കാനോ തിരുമ്പാനോ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പോലും അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അപ്പൊ എത്തിയിട്ടുള്ളത്. ഇത് ഒരു തവണയല്ല. ഞങ്ങൾ ഈ നഗരസഭ വന്നതിന് ശേഷം ഒരു 25 തവണയെങ്കിലും ഈ കുടിവെള്ളത്തിന്റെ പേരിൽ ഞങ്ങൾ ഇവിടെ സമരം ചെയ്തിട്ടുണ്ട്. ആ കുടിവെള്ളത്തിന്റെ പേരിൽ സമരം ചെയ്തിട്ട് നോക്കൂറ്റി പോലെ പൈസ ജനങ്ങൾക്ക് വാങ്ങുന്ന നഗരസഭ എന്തുകൊണ്ട് കുടിവെള്ളം നഷ്ടപ്പെടുമ്പോ കൊടുക്കാൻ കഴിയാത്തപ്പോ നോക്കൂറ്റികളായിട്ട് ഇരിക്കുന്നതാണ്. തുടർന്ന് പ്രശ്നം വേഗത്തിൽ പരിഹരിക്കാൻ ഉറപ്പു നൽകണമെന്നാവശ്യപ്പെട്ട കൗൺസിലർമാർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ വിജയകുമാറുമായി നടത്തിയ ചർച്ചയിലാണ് സമരം അവസാനിച്ചത്. തിങ്കളാഴ്ചക്കകം പ്രശ്നം പരിഹരിക്കാമെന്ന് ബന്ധപ്പെട്ട കരാറുകാർ ഉറപ്പു നൽകി. നാഥനില്ലാ കളരിയായി നഗരസഭ മാറിയിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് KR നാരായണ സ്വാമി കുറ്റപ്പെടുത്തി. നഗരത്തില് ഒരു നാഥനില്ലാത്ത കളരിയാണ്. ഒന്നിനും ജനങ്ങൾക്ക് മറുപടി കിട്ടാത്ത അവസ്ഥയാണ്. ഒരു റോഡ് പണിയുടെ പേരിൽ 2 വർഷത്തിലധികമായി പട്ടാമ്പിയിൽ വന്നും പോയും കൊണ്ടിരിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ട് നമ്മൾ നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കൂനുമ്മൽ കുരു എന്ന പോലെ നഗരസഭയുടെ കുടിവെള്ള പദ്ധതി താറുമാറായിട്ടും അഴകുഴമ്പൻ നയവുമായി അതിന് പരിഹാരമുണ്ടാക്കാതെ ആരോ എന്തോ ചെയ്തു കൊള്ളട്ടെ എന്ന ഭാവത്തിൽ ജനങ്ങളുടെ ഉത്തരവാദിത്തമുള്ള പട്ടാമ്പി നഗരസഭയുടെ കുടിവെള്ള പദ്ധതിയുടെ അവകാശവും വിൽപ്പനയും ഒക്കെയുള്ള നഗരസഭ ഇപ്പോൾ ഈ കുടിവെള്ള ഗുണഭോക്താക്കളെ ഇത് മാത്രം കരുതി ജീവിക്കുന്ന പട്ടാമ്പിയിൽ ആയിരക്കണക്കിന് വീട്ടുകാരും സ്ഥാപനങ്ങളും വളരെ ബുദ്ധിമുട്ടിലാണ്. കൗൺസിലർമാരായ C സംഗീത, KT റുക്കിയ, ബഷീർ, സൈദലവി പടക്കേതിൽ, ലബീബ, പ്രമീള, UDF നേതാക്കളായ ET ഉമ്മർ, MK മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ.